പരുന്തിൽ നിന്ന് മനുഷ്യർക്ക് പഠിക്കാനുള്ള പാഠമെന്ത്? പരുന്ത് എപ്പോഴും ഉയർന്ന വീതിയിലൂടെയോ പറക്കാറുള്ളൂ. പരുന്ത് ഒരിക്കലും മറ്റു പക്ഷികളുടെ കൂടെയോ താഴ്ന്ന ആകാശത്തിലൂടെയോ പറക്കാറില്ല. പരുന്ത് എപ്പോഴും മറ്റു പരുന്തുകളുടെ കൂടെയാണ് പറക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളവരുടെ കൂടെ നാം സഹവസിക്കണം. മറിച്ച് എല്ലാ കാര്യങ്ങൾക്കും കുറ്റവും കുറവും കണ്ടെത്തി നെഗറ്റീവ് ചിന്താഗതി ഉള്ളവരുടെ കൂടെയാണ് നമ്മുടെ സഹവാസമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അഗ്നി അവർ കെടുത്തിക്കളയും. നാം ആരോടാണ് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് അവരുടെ സ്വഭാവം ഒരു പരിധിവരെ നമ്മളിലും ഉണ്ടാകും. മുല്ലപ്പൂമുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന കവിവചനങ്ങൾ ഇവിടെ പ്രശസ്തമാണ്. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും പരുന്ത് തളരുന്നില്ല. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും മറ്റു പക്ഷികൾ ഭയന്നൊളിക്കുമ്പോഴും പരുന്ത് തന്റെ ചിറകു വിടർത്തി കാറ്റിലൂടെ പറന്നുല്ലസിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും മനുഷ്യർക്ക് എന്തു മനസ്സിലാക്കാം? പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗമാണ്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിൽ തളർന്നു വീണ് വിലപിക്കാതെ ധൈര്യത്തോടെ മുന്നേറാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. പരുന്ത് ഒരിക്കലും മറ്റു മൃഗങ്ങൾ ഭക്ഷിച്ചതോ ബാക്കി വെച്ചതോ ആയ മൃഗങ്ങളെ കഴിക്കാറില്ല. മറിച്ച് തനിക്ക് ഇഷ്ടമുള്ള ഇരകളെ റാഞ്ചിയെടുത്ത് ഭക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾ പറക്കാനായി എന്ന് പരുന്തിന് തോന്നുമ്പോൾ പരുന്ത് തന്റെ കുഞ്ഞുങ്ങളെ കൊത്തിയെടുത്ത് കൂട്ടിൽ നിന്ന് പുറത്തേക്കിടുന്നു. ബലമില്ലാത്ത ചിറകുകൾ ഉപയോഗിച്ച് അവർ പറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പറക്കാൻ കഴിയാതെ അവർ താഴെ വീഴുകയും ചിറകിൽ നിന്ന് രക്തമൊലിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും കണ്ട് തള്ളപ്പരുന്തിന്റെ മനസ്സലിയുന്നില്ല. കാരണം തള്ളപ്പരുന്തിനറിയാം, ഭാവിയിലെ വലിയ പ്രതിസന്ധികൾ നേരിടണമെങ്കിൽ ഇത്തരം ചെറിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം? പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്ക് എത്ര കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും അവയെല്ലാം നേരിട്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉന്നതിയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. പരുന്തിന് പ്രായമാകുമ്പോൾ പരുന്തിന്റെ തൂവലുകൾക്ക് ഭാരം കൂടുകയും തൽഫലമായി പറക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ പരുന്ത് ഒരു പാറയുടെ മുകളിൽ പോയി തൂവലുകളെല്ലാം കൊത്തിക്കളയുന്നു. എന്നിട്ട് പുതിയ തൂവലുകൾ മുളച്ചു വരുന്നത് വരെ കാത്തിരിക്കുന്നു. പുതിയ തൂവലുകൾ വരുമ്പോൾ പരുന്ത് ഉയർന്ന ആകാശത്തിലൂടെ പറന്നുല്ലസിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതിയെയും കാഴ്ചപ്പാടിനെയും നമ്മുടെ മനസ്സിനെയും ആദ്യം നാം മാറ്റണം. പരുന്ത് താഴ്ന്ന ആകാശത്തിലൂടെ പറക്കുമ്പോൾ കാക്കകൾ കൂട്ടം കൂട്ടമായി പരുന്തിനെ ആക്രമിക്കുന്നു. പക്ഷേ പരുന്ത് ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല. മറിച്ച് ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് ചെയ്യുന്നത്. പരുന്ത് ഉയരങ്ങളിൽ പറക്കുമ്പോൾ കാക്കകൾക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയാതെ വരികയും കാക്കകൾ താഴോട്ട് വീഴുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ധാരാളം കാക്കകളുണ്ട്. അവർ നമ്മെ ജീവിതത്തിൽ ഉയരാൻ അനുവദിക്കുകയില്ല. അവർ നമ്മെ തളർത്താൻ ശ്രമിക്കും, നമ്മെ ആക്രമിക്കും. പക്ഷെ ഇതിനൊന്നും നാം പ്രതികരിക്കരുത്. ഇതിനെല്ലാം നാം പ്രതികരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വെറും പ്രതികാരത്തിനുള്ളതായി തീരും. ഇതിനൊന്നും നാം പ്രതികരിക്കാതെ നിശബ്ദമായി ധൈര്യത്തോടെ നമ്മുടെ പ്രതിസന്ധികളെ നേരിട്ട് ഉയരങ്ങളിൽ എത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.